അതെ ആ പുറകിലെ കപ്പെടുത്ത് ആ റോസ് കപ്പെടുത്ത് 3 ഇങ്ങോട്ട് വെച്ച് പിന്നെ അതൊന്നും കുഴപ്പമില്ല. വെക്കുന്ന അത് കാണാൻ ഭംഗിയുണ്ടാണ്ട് ഇതിന് എവിടെ വെക്കാൻ? ഇങ്ങോട്ട് നീക്കി വെക്ക ആ റോസ് കപ്പെടുത്ത് ഇങ്ങോട്ടോ? 3 ആ മതി. പിന്നെ പിള്ളേര് കപ്പല്ലേ നോക്കണേ, എന്നെ നോക്കണം. ആ ഇപ്പൊ പറയുമ്പോ ഇവിടെ നോക്കണം കൈ കേട്ടാ. ഈ കവിള് വീങ്ങിക്കെട്ടി മരമോറ് പോലെ ഇരിക്കരുത്. ചെറിയ ചിരിയൊക്കെ ചിരിച്ച് പിള്ളേർക്ക് സന്തോഷം തോന്നണം ടീച്ചറെ കണ്ട. എനിക്കറിയാം എന്റെ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കണോന്ന്. അപ്പൊ ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ട് പറയണം. ആക്ഷൻ. ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്സ്. ഐ ഹോപ്പ്. വെറുതെ ആടണ്ട, നേരെ നിന്ന് പറ. ഇങ്ങനെ 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 ഇന്ന് കാണിക്കണെന്തിനാ? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് മറ്റേ ഫോണിൻ പരിപാടിയല്ല, പിള്ളേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ദേഷ്യപ്പെട്ട എനിക്ക് അങ്ങനെ. ഇല്ല ഇല്ല, ചിരിച്ചോ ചിരിച്ചോ. ആക്ഷൻ. ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്സ്. ഐ ഹോപ്പ് ഓൾ യു ആർ ഫൈൻ. നീ അതിരിച്ച് ശരിക്കൊന്ന് പഠിച്ച ആദ്യം. പഠിക്കാനൊന്നുമില്ല, എനിക്ക് ക്ലാസ് തുടങ്ങിയാൽ മതി. ആക്ഷൻ. നിനക്ക് വീഡിയോ പോയി. നിന്റെ വരലൊന്നും തോട്ടെ അത് ലോക്ക് ചെയ്ത് വെച്ചേക്കണത്. പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡന്റ്സ്. ഐ ഹോപ്പ് ഓൾ യു ആർ ഫൈൻ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഓക്കേ, ലെറ്റ് us start. Clap, clap, clap. Click, click, click. Smile, smile, smile. Listen, listen, listen. മണ്ടു ആ ഹിറ്റായ ടീച്ചറില്ലേ, അതുപോലെ ആകണമെങ്കിൽ ഇത് ഉൾക്കൊണ്ടോട്ട് മുഖത്തൊരു ചിരിയൊക്കെ ഇട്ട് ആക്ട് ചെയ്തൊക്കെ പറയണം. ഇത് ഇപ്പൊ ഞാൻ തന്നെ 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി എന്താണ്, രാവിലെ ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ ഇരിക്കും ടീച്ചറിന്റെ മോറ്. പിന്നെ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, മര്യാദക്ക് പറ. അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഇത് ഷൂട്ട് ചെയ്ത ആരാണെന്ന് ചോദിക്കൂലേ? അതൊന്നും ചോദിക്കൊന്നുമില്ല, എന്റെ പിള്ളേർക്ക് തന്നെ നല്ലോണം അറിയാം. പറഞ്ഞു. There are 24 auxiliary verbs. Am, is, are, was, were. നീ ഒന്നും മര്യാദക്ക് പറ. എനിക്ക് ഇത് കഴിഞ്ഞ കുടുംബത്തെ പണിയുണ്ട്. നീ ഇതും ചുറ്റി എന്നാ വൈകിട്ട് 6 മണിക്കല്ലേ ഇത് കഴിക്കണത്? അടുക്കളയിലും കയറൂല. എനിക്കിപ്പോ പണിക്കും പോകാൻ പറ്റണില്ല. പിന്നെ എന്റെ പിള്ളേർക്ക് പഠിക്കണ്ടേ? ശമ്പളം വല്ലതും കിട്ടോ? ഇത് ശമ്പളം കിട്ടണില്ലല്ലോ. ശമ്പളം കിട്ടണില്ല. വെറുതെ കാലത്തെ അണിഞ്ഞൊരുങ്ങി നിന്നിട്ട് ഇങ്ങനെ കൈയും കലാച്ചം കാണിക്ക. ഞാൻ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാ. അതിപ്പോ ചോദിക്കുമ്പോ അവര് മാനേജ്മെന്റിന്റെ മീറ്റിംഗ് കൂടട്ടെന്ന് പറഞ്ഞു. ടീച്ചറിന്റെ കെട്ടിയാനാണെന്നും പറഞ്ഞ് വായ്പ ചോദിച്ചാൽ കിട്ടും. അതുകൊണ്ടാ ഇതൊക്കെ ചെയ്യണം. പറ. ഇനി പാരേട്ടം മിണ്ടാതെ നിന്നാലേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ മുണ്ടിയതായി ഈ കുഴപ്പം. നീ അതൊക്കെ ഒന്നും കൂടി പറ. ഇനി ആദ്യം തൊട്ട് ഞാൻ പറയണ്ടേ? ആദ്യം തൊട്ട് ഒരു സന്തോഷത്തോടെ നല്ല ഫീലില് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണ പോലെ പറ, സ്നേഹത്തോടെ. അല്ല ശമ്പളം കിട്ടണില്ല എന്നുള്ളത് നിന്റെ മുഖത്ത് കാണാം ഇപ്പൊ. അല്ല, ഒരു ഇഷ്ടത്തോടെ പറയണോ അത്? ഞാൻ ഇഷ്ടത്തോടെ പറയണം. ഇനി പാരേട്ടം മിണ്ടല്ലോ. ഞാൻ മിണ്ടണില്ല. എന്തൊരു കഷ്ടാണ് റബ്ബേ, ഇത് പഠിച്ചിട്ടൊന്ന് തലേ കയറണ്ടേ. നമസ്കാരം കുട്ടികളെ. നമ്മളിന്ന് പഠിക്കാൻ പോണത് കണ്ടൽ കാടുകളെ കുറിച്ചാണ്. കണ്ടൽക്കാടുകൾക്ക് വേറെയും പേരുകളുണ്ട്. കഥയുടെ കാവൽ. കിട്ടിയ നന്നായി. ശ്വസന വേരുകൾ. കണ്ടൽക്കാടുകൾ പ്രകൃതിയുടെ ശ്വാസകോശം എന്നും പേരുണ്ട്. ശ്വസന വേരുകൾ. വരി ഓടാൻ അറിഞ്ഞിരിക്കൂല്ലേ? അവന്റെ മന്മഥമാസം നിങ്ങളോടൊക്കെ കൊതി തോന്നിയാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓടാൻ സമയമുണ്ടല്ലോ. എനിക്കൊന്ന് ശ്വാസം വിടാൻ നേരില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇന്ന് രാവിലെ തുടങ്ങിയതാണ് കണ്ടൽക്കാടിനെ കുറിച്ച് പഠിക്കാൻ. ഇതുവരെ കഴിഞ്ഞില്ല, 3 മണിക്കൂറായി. ഇപ്പൊ ഈ TV പഠിത്തം വന്നതിന് ശേഷേ ആകെ അടങ്ങറാ. നമ്മളിപ്പോ ഈ പഠിപ്പിക്കണത് വീഡിയോ എടുത്തിട്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞാല് ഇത് കുട്ടികൾ മാത്രമല്ലല്ലോ കാണുന്നത്, മാതാപിതാക്കൾ കാണില്ലേ? അതിനെ കാണൂലേ? അപ്പൊ ഓര് നമ്മളെ വിലയിരുത്തല്ലോ. പണ്ട് കുട്ടികൾ മാത്രമല്ലേ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ കാണുള്ളൂ. ഒരു കാര്യം പറയാം മാഷെ, നിങ്ങളൊക്കെ ഇനി എങ്ങനെ തലകുത്തി നിന്ന് പഠിപ്പിച്ചാലും നമ്മുടെ സ്കൂളിന്റെ പഠന രീതിയെ പറ്റി വളരെ മോശം അഭിപ്രായം. ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പരാതികളാണ്. ഞാൻ പുറത്തിറങ്ങിയ എനിക്ക് ആൾക്കാർ ചെവിതല്ല കേൾക്കാൻ സമ്മതിക്കണില്ലാന്നേ. നിങ്ങൾ ക്ലാസ് എടുക്കില്ലല്ലോ. ഞാനല്ല, നിങ്ങളുടെയൊക്കെ ക്ലാസ്സിനെ കുറിച്ച്. നമ്മളെ ക്ലാസ് മോശമാറിയുണ്ട്. നിങ്ങളുടേതല്ല, പ്രത്യേകിച്ച് ആ കോയ മാഷിന്റെ ക്ലാസ്. കോയ മാഷ കാര്യങ്ങൾ വിട്ടേക്ക്. അയാളൊരു മലയാള അധ്യാപകനാണ്. അയാൾക്ക് അസർസ്പെടുന്നുണ്ട്.
ഒന്ന് ആലോചിച്ചു നമ്മൾ അതുകൊണ്ടല്ലേ സോഷ്യൽ എടുത്ത് അതിൽ വലിയ കുഴപ്പമില്ലല്ലോ എൻ്റെ എല്ലാവർക്കും സോഷ്യൽ മാഷിന്റെ ക്ലാസ്സും ഒക്കെ കണക്കാ. അല്ല നമ്മളെ മണ്ടോതിരി ടീച്ചറെ ക്ലാസ്സിനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ. അതുണ്ടാവും. ആ കാരണം കൃത്യമായിട്ടും പഠിപ്പിക്കണ അവരൊരാൾ മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ പിന്നെ എന്താ കാട്ടുന്ന സ്കൂളിൽ പോയിട്ട് ആ മാഷ് എന്താ അതിനകത്ത് കാട്ടിയെന്നുള്ളത് പിന്നെ ഒരു കണ്ടു നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിനോട് തീർത്താ പകയുണ്ട് കേട്ടോ. അതിന് അതെ, ഈ പരിസരത്തുള്ള എല്ലാ സ്കൂളിലും PT ഉണ്ട്. നമ്മുടെ സ്കൂളിൽ മാത്രം എന്താ അതില്ലാത്ത? നീ അതും കൂടി ഇതിൻ്റെ അകത്ത് വന്നാലുണ്ടല്ലോ കുട്ടികളെ പിടിച്ചാൽ കിട്ടും, അല്ലെങ്കിലേ കുട്ടികളെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്റെ മാഷേ, സ്കൂൾ ഉണ്ടായിരുന്നപ്പോ കുട്ടികളോട് ചോദിച്ചു നോക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീരീഡ് ഏതാന്ന്. അവർ ഒന്നടങ്കം പറയും ഫിസിക്കൽ ട്രെയിനിങ്. ഇതിപ്പോ ഞാൻ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. കളി എന്ന് പറഞ്ഞൊരു പീരീഡ്, ആ പീരീഡ് നമുക്ക് ഇഷ്ടം, പക്ഷെ അതുകൊണ്ട് കുടുംബം പോലെ ഒരു മാസേ. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു നോക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാഷാരാ. അപ്പൊ അവര് പറയും PT മാഷ്, മന്മഥൻ സാർ. അതൊക്കെ ശരിയാ, കളിപ്പിക്കണ മാഷുമാരോടാണ് കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുക. എന്റെ പല കുട്ടികൾക്കും എന്നെ കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ടെന്ന് രക്ഷകർത്താക്കളെ കണ്ടപ്പോൾ പറഞ്ഞു. അത് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കേൾക്കണമെങ്കിൽ ഇപ്പൊ സൂം എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിക്കണല്ലോ. അതിന്റെ ഉള്ളിൽ കൂടിയാണല്ലോ പഠിപ്പിക്കല്. ഇതൊന്നും ഞമ്മക്ക് ശരിയാവില്ല മന്മനമാസം. എനിക്ക് മുട്ടുംകാല് വരയ്ക്ക് ഇത് ഓൺ ചെയ്താൽ നിങ്ങൾ പഠിപ്പീരേ ശരിയാവൂല. പിന്നെ ഇതിലൂടെ പിന്നെ എനിക്ക് പോവല്ലേ, ഞാനിത് ഈ പറയണ എനിക്കൊന്ന് വീഡിയോയിൽ എടുത്തു തരണം. അതല്ല പക്ഷേ എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലല്ല ഇല്ല, എനിക്ക് അത്യാവശ്യമുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൾ സുഗതമാഷ് അല്ല, ഇവിടെ ഓളമുള്ളൂ, ഓൾക്ക് കൈ പറിച്ചാളൂ, ഓളെ കൊണ്ട് എടുത്താൽ അത് കുഴപ്പമില്ല. ഈ പഠിപ്പിരുന്ന വേറെയിലൊക്കെ മതി, അത് മതി കുട്ടികൾക്ക്. ഞാൻ ഒന്നുകൂടി പഠിക്കട്ടെ, ആരെ കൊണ്ട് പഠിപ്പിക്കാം. കണ്ണാ കണ്ണാ, എവിടെ പോയി കിടക്കണ കണ്ണാ? എടാ, ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങായത്. ബ്രേക്ക് ദ ചെയിൻ. മറിമായം